ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. തിങ്കളാഴ്ച വരെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇപ്പോൾ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. തിങ്കളാഴ്ച വരെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് രഞ്ജിത്തിനെ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും രഞ്ജിത്തിന് ഇപ്പോൾ കോടതിയിൽ നിന്നൊരു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ എറണാകുളം CJM കോടതി തള്ളിയിരിക്കുകയാണ്. മാത്രമല്ല, പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കൂടി കോടതി പരിഗണിച്ചിരുന്നു. ഈ കസ്റ്റഡി അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 3 ദിവസത്തെ കസ്റ്റഡിയിൽ കൂടി ഇപ്പോൾ രഞ്ജിത്തിനെ വിട്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെയാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ പ്രോസിക്യൂഷന്റെ വാദം, ഈ കുറ്റകൃത്യം വളരെ ഗൗരവമേറിയതാണ് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ രഞ്ജിത്തിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരവാനിലടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഈ പീഡനം നടന്നു എന്ന് പറയുന്നത് ഈ ഒരു കാരവാനിലാണ്. ആ കാരവാനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നതടക്കമാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ വെച്ച വാദം ഈ കസ്റ്റഡി അപേക്ഷയിൽ എന്നുള്ളത്. പക്ഷെ ആ വാദം ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു. 3 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിവരെ രഞ്ജിത്ത് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കും. ഈ കസ്റ്റഡിയിൽ കിട്ടിയ രഞ്ജിത്തിനെ ഇനിയിപ്പോൾ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യും. കാരണം ഇതിൽ ചില തെളിവുകൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല, കാരവനി കൊച്ചിയിൽ, ഫോർട്ട് കൊച്ചിയിൽ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെയാണ് ഈ കാരവാനിൽ വെച്ച് ഈ നടിയെ, പരാതിക്കാരിയായ യുവനടിയെ രഞ്ജിത്ത് കയറി പിടിക്കുന്നത്. അപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ നിലവിൽ CCTV ഒന്നും ആ വാഹനത്തിനകത്തില്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ ദൃശ്യങ്ങൾ നിലവിൽ ലഭിച്ചിട്ടില്ല. പുറത്തെ ദൃശ്യങ്ങൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ആ കാരവാനുകൾ നിലവിൽ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഏതായാലും രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ കിട്ടിയതോടുകൂടി ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്. വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ സംഭവത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും അന്ന് വിശദമായി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. വൈകുന്നേരം രാത്രിയോടുകൂടി തൊടുപുഴയിൽ നിന്ന് കാറിൽ വെച്ച് രഞ്ജിത്തിനെ പിടികൂടി അന്ന് രാത്രി തന്നെ എറണാകുളത്തേക്ക് എത്തിച്ചു. എറണാകുളത്ത് എത്തിച്ചപ്പോൾ രഞ്ജിത്തിന് ചില ദേഹാസ്വാസ്ഥ്യം അടക്കം അനുഭവപ്പെടുകയും പിന്നീട് ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് അപ്പോൾ തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടാൻ ആ ഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയതും വിശദമായി ചോദ്യം ചെയ്യേണ്ടത് ഈ കേസിലെ അനിവാര്യതയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അത്രയും ഗൗരവമേറിയ ഒരു കുറ്റകൃത്യമാണ് എന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്തത്. ഏതായാലും രഞ്ജിത്ത് ജാമ്യാപേക്ഷ അന്ന് തന്നെ നൽകിയിരുന്നു. ആ ജാമ്യാപേക്ഷയിൽ രഞ്ജിത്ത് പറഞ്ഞിരുന്നത് ഈ ആരോപണം വ്യാജമാണ്, ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ, താൻ അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള വാദമാണ് രഞ്ജിത്ത് ഉയർത്തിയിരുന്നത്. ഏതായാലും അതിപ്പോൾ കോടതി പരിഗണിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഗുരുതരമായ വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ, ലൈംഗിക അതിക്രമം അടക്കമുള്ള വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും അത് ജാമ്യമില്ലാത്ത വകുപ്പുകളാണ്. അത്തരത്തിൽ ജാമ്യം ലഭിക്കുന്നത് വളരെ അപൂർവമാണ്. ഏതായാലും രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. 3 ദിവസം കസ്റ്റഡിയിൽ കിട്ടുന്നതോടുകൂടി ഇനിയിപ്പോൾ ഈ കാരവാനിൽ അടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുന്ന നടപടികളിലേക്ക് പോകും. കഴിഞ്ഞ 1-ാം തീയതിയാണ് രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തൊടുപുഴയിൽ നിന്ന് രഞ്ജിത്ത് പുതിയതായി സംവിധാനം ചെയ്യുന്ന സിനിമയിലെ യുവ നടിയാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നത്. ഇങ്ങനെ വാഹനത്തിൽ, അതായത് കാരവാനിൽ വെച്ച് രഞ്ജിത്ത് കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ആ പരാതി. ഈ സംഭവത്തെ തുടർന്ന് തനിക്ക് മാനസികമായി വലിയ ആഘാതമുണ്ടായി, താൻ മാനസികമായി വളരെ തകർന്നു പോയി. അതിനുശേഷം അതിൽ നിന്ന് കരകയറിയ ശേഷമാണ് ഈ പരാതിയുമായി എത്തിയത് എന്നുള്ളതായിരുന്നു ആ പരാതിക്കാരി പറഞ്ഞത്. ജനുവരിയിലാണ് ഇത്തരത്തിൽ ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിക്കാരി നൽകുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ ഈ കേസിന്റെ തുടർ നടപടികൾ എന്ന് പറയുന്നത് ഈ തെളിവുകളാണ് ഇതിൽ ഏറ്റവും നിർണായകമായി ഉള്ളത്. കാരണം ഈ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയുന്ന ആ സ്ഥലം, അത് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നിന്നുള്ള തെളിവുകൾ ഈ കേസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. ഈ സമയം ഈ പരാതിക്കാരിയും അതുപോലെ തന്നെ രഞ്ജിത്തും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിന് ഈ സെറ്റിലുള്ളവരുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ഇതിന്റെ ഭാഗമായി ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ തലത്തിലുള്ള അന്വേഷണം തുടരുന്നതിനിടെ ഇപ്പോൾ പോലീസിന് അടുത്തതായി രഞ്ജിത്തിനെ കസ്റ്റഡിയിലേക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി രഞ്ജിത്തിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് അടുത്ത പടി എന്ന് പറയുന്നത്.
ശരി, എന്തായാലും ലൈംഗിക അതിക്രമ കേസിൽ ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. CJM കോടതിയാണ് ഇപ്പോൾ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. തിങ്കളാഴ്ച വരെ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കും. 3 ദിവസത്തേക്കാണ് രഞ്ജിത്തിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ആക്രമണം നടന്നു എന്ന് പറയുന്ന കാരവൻ അടക്കം പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. രഞ്ജിത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന ആവശ്യമാണ് പോലീസ് കോടതിയിൽ അറിയിച്ചത്. ഇതേ തുടർന്ന് ഇപ്പം 3 ദിവസത്തേക്കുള്ള കസ്റ്റഡി ആണ് അനുവദിച്ചിരിക്കുന്നത്. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളുകയാണ് ചെയ്തത്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.